വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഏകാദശിയോടെ കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ചുറ്റുവിളക്കാഘോഷത്തിന് സമാപനമാകും. ഈ വർഷം ഏകാദശി ദിവസം ഉദയാസ്തമയ പൂജയില്ല. ദർശന സൗകര്യത്തിനായി ഇന്നലെ പുലർച്ചെ 3 മണി മുതൽ നാളെ രാവിലെ 9 വരെ ക്ഷേത്രനട തുറന്നിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും പൂർണ്ണസമയം ദർശനം നടത്താം. ഏകാദശിയോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 6:30 ഒരു ആനയുമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. ഏകാദശി വ്രതം നോട്ടെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദ ഊട്ട് നൽകും. സന്ധ്യയ്ക്ക് നാമജപ ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി സമർപ്പണം നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശിയൂട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക. ഇന്നറിയാൻ ന്യൂസ് കേരള, ഗുരുവായൂർ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹേൽ ആൻഡ് മാലിയ, കുവൈറ്റ്.